പോകാം. പ്രിയ, കൊച്ചി ബ്രോഡ്വേയിലൊക്കെ വലിയ തിരക്കിൻ്റെ ഒരു സമയമാണ് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ തിരക്കുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്കിങ്ങനെ വരുന്നത് കുറച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് എങ്കിലും താരതമ്യേന ഭേദപ്പെട്ട ഒരു ഓണാഘോഷമായി തന്നെയാണ് കച്ചവടക്കാരൊക്കെ കണക്കാക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുന്നത് നാളെയാണെങ്കിൽ പോലും. എങ്ങനെയുണ്ട് കൊച്ചി? ദിവിഷ്, എറണാകുളം ബ്രോഡ്വേയിലുള്ള പച്ചക്കറി മാർക്കറ്റിലാണ് ഞാനുള്ളത്. ഇവിടെ കച്ചവടക്കാർക്ക് ചെറിയൊരു പരാതിയുണ്ട്. ബാക്കിയിടങ്ങളിലൊക്കെ തിരക്കുണ്ട്, നാടങ്ങും ഓണാഘോഷമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവാണ്. കൂടുതൽ ആളുകളും ഓൺലൈൻ വിപണിയും, കൊച്ചി പോലൊരു നഗരമായതുകൊണ്ട് തന്നെ ഓൺലൈൻ വിപണിയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് സദ്യകളെയും ഒക്കെ ആശ്രയിക്കുന്നുണ്ട് എന്നൊരു പരാതിയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. കാരണം ഇവിടുത്തെ ഈ ചേട്ടനൊക്കെ 40 വർഷമായി കച്ചവടം നടത്തുന്ന ആളാണ് ജോണി ചേട്ടൻ. ആൾ പറയുന്നത് ആളുകൾ കുറയുന്നു, കുറച്ച് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമേ ഇത്തവണ എത്തുന്നുള്ളൂ എന്നാണ്. നമുക്ക് സാധനം വാങ്ങാൻ എത്തുന്നതോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ചേച്ചി ഓണം പർച്ചേസൊക്കെ തുടങ്ങി? ടി വി വരും. എങ്ങനെയുണ്ട്, സാധനം വാങ്ങി തുടങ്ങിയോ? വേണ്ട ഓക്കെ. എങ്ങനെയുണ്ട്? എന്നാലും വില കൂടുതലുണ്ടോ കുറവുണ്ടോ? കുറവേ, കൂടുതലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വാങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ചധികം വാങ്ങാൻ സാധാരണ ഉത്രാടപ്പാച്ചിലിനാണ് വരാറ്. ഇന്ന് നേരത്തെ വരാമെന്ന് വിചാരിച്ചോ? നാളെ തിരക്കല്ലേ, അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ വന്നു. അതെ. ഇവിടെ നിന്നാണോ വാങ്ങിക്കാറ്? പരിചയമുള്ളവരെ വരെ ഇവിടെ നിന്നാണ്. ആളുകൾ പരാതി പറയുന്നു കടയിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ? പൊതുവെ തിരക്ക് കുറഞ്ഞ പോലെ തോന്നുന്നു. എങ്ങനെയുണ്ട് ഓണം പൊതുവെ? ആഘോഷമാണ്. ചേച്ചി ആദ്യം തന്നെ അയ്യോ ടി വിയിൽ വരുമോ എന്ന് ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. ജോണി ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കായി വന്നെ. ഇന്നലെ വരെ തിരക്കൊന്നുമില്ല. നാളത്തെ കഴിഞ്ഞ് ഓണമില്ല. ഇന്ന് നാളെയായിട്ട് അത്യാവശ്യം തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇത്തവണ വില കൂടുതലൊന്നുമില്ല, എല്ലാ സാധനങ്ങളും നോർമൽ റേറ്റ് ഒക്കെ തന്നെ ഉള്ളൂ. 40 വർഷമായി ഇവിടെ കച്ചവടം നടത്തും. നമ്മൾ തന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. എങ്ങനെയുണ്ട്? ആളുകൾ വരുന്നത് വർഷങ്ങളായി കുറഞ്ഞു വരുന്നു അല്ലേ? മുൻ വർഷങ്ങളിലൊക്കെ ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആളുകൾ ജാമായിട്ടാണ് വന്നുകൊണ്ടിരുന്നേച്ച്. ഇവിടെ അങ്ങനെയായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും മാർക്കറ്റുകളൊക്കെ ആയതിന്റെ പേരിൽ ഇവിടെ കച്ചവടങ്ങൾ ഇപ്പൊ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓൺലൈനിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അതെ, നമ്മളെപ്പോഴും അന്വേഷിക്കുന്ന ഈ തവണത്തെ പച്ചക്കറികളിൽ വില കൂടി നിൽക്കുന്ന ആർക്കാന്നാണ്? ബീൻസ് ആണോ ക്യാരറ്റ് ആണോ? വില അങ്ങനെ കൂടുതലായിട്ട് ഒന്നിനും കാര്യമായിട്ടില്ല. പിന്നെ ക്യാരറ്റ് ആണ് അല്പം കൂടി നിൽക്കുന്നത്. ക്യാരറ്റ്, പാവക്ക, ആ 2 ഐറ്റംസ് മാത്രമേ ഓണത്തിന് ഇത്തിരി വില കൂടുതലായിട്ടുള്ളൂ. അതെ, വലിയ പൊക്കറ്റ് കാലി ആവില്ല. ഇല്ല, ബാക്കിയെല്ലാം നോർമൽ റേറ്റ് ഒക്കെ തന്നെ, സാധാരണക്കാരന് വാങ്ങിക്കാവുന്ന റേറ്റ് തന്നെ ഉള്ളൂ. എല്ലാവരോടും ഇങ്ങോട്ട് വന്നേക്കാൻ പറയാം. തീർച്ചയായിട്ടും പറയണം. എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾക്ക് ഒരു ചെറിയ മടിയുണ്ട്. അത് ഈ ഓൺലൈൻ മാർക്കറ്റിന്റെ ഒക്കെ ഒരു സ്വഭാവമാണ്. പിന്നെ ഇൻസ്റ്റന്റ് സദ്യകളിൽ ആളുകൾ ആശ്രയിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ്. പക്ഷെ എന്നാലും പ്രതീക്ഷയുണ്ട്. വില അധികം കൂടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ക്യാരറ്റിനും ബീൻസിനും ഒക്കെ ചെറിയ വില കൂടുതലുള്ളൂ. നേരത്തെ വമ്പിച്ച ആദായ വിൽപ്പന എന്നൊക്കെ പറയുന്നത് വില കുറവല്ലേ? എല്ലാം വില കുറവാണ്. പറഞ്ഞത് ക്യാരറ്റും ബീൻസും മാത്രമേ വില കൂടുതലുള്ളൂ. ബാക്കിയൊക്കെ സാധനം ആൾക്കാർ വിൽക്കാൻ പറ്റിയ വില തന്നെയാണ്. ഉത്രാടപ്പാച്ചിലെ പ്രതീക്ഷയാണ്. അത് വരുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കണം. ഞാൻ വന്ന നമ്മൾ എന്ന് കഴിഞ്ഞാൽ ഈ ഓണത്തിന് ഭയങ്കര തിരക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പത്തെ ഈ ഓണം വന്നപ്പോൾ ആൾക്കാർക്ക് അത് കുറവാണ്. ഇപ്പൊ ഓൺലൈനായി ഇറങ്ങിയുണ്ട്. പിന്നെ അവരോടൊക്കെ സൂപ്പർ മാർക്കറ്റ് ഇഷ്ടംപോലെ ഇറങ്ങിയുണ്ട്. ഇപ്പൊ നാളെ അടിപൊളി കച്ചവടം ആവട്ടെ എന്ന് വിചാരിക്കാം എന്ന പ്രതീക്ഷയിൽ സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് കച്ചവടം നടന്നില്ലെങ്കിൽ നമുക്ക് ഒരു പാളിച്ചോളൂല്ലേ. അപ്പോൾ എന്തായാലും ബ്രോഡ്വേയിൽ പിന്നെ പ്രത്യേകിച്ച് ദിവിഷ് ഈ സമയം ആയതുകൊണ്ട് കുറച്ച് ആളുകൾ കുറവായിരിക്കും. കാരണം ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ അതൊക്കെയാണ് പച്ചക്കറി മാർക്കറ്റിൽ ആളുകൾ കൂടുന്ന സമയം. ശരിയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ തിരക്ക് വരട്ടെ. അവരുടെ കുറച്ചെങ്കിലും നിരാശ ഉണ്ടെങ്കിൽ അതൊക്കെ മാറട്ടെ.